ചിത്രകാരി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ വെച്ചിട്ട് അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പൊട്ടറ്റോയും പിന്നെ ഒരു ചെറുകൂടെയാണ് ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കൊരു രണ്ടര സവാള വലുതാണ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, അതായത് മല്ലിയില, ക്യാപ്സിക്കം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് പൊടി ഐറ്റംസ് ആണ്. അപ്പൊ അത് നമുക്ക് കിച്ചണിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാൻ ബാക്കിയിരിക്കും. അപ്പോൾ ഞാനൊരു ഉരുളി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു 1/2 കപ്പ് അളവിൽ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് അളവിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സാക്കി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സവാള വഴറ്റിയെടുത്തതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോർട്ടായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ തൈരിൻ്റെ മിക്സ്, അത് നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു ടൊമാറ്റോ അടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂണോളം പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നല്ലതുപോലെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റോളം സമയം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ വേറൊരു പാനിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതൊന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ 2 എണ്ണം കട്ട് ചെയ്തിടാവുന്നതാണ്. പിന്നെ ഞാൻ കസ്തൂരി മേത്തി എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് കുറച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങാണ്, അതും കൂടെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ മിക്സും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് ഇതായിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ രാത്രി ഇതേ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കുന്നത്. ഒന്ന് കഴിച്ചു നോക്കട്ടെ.
കൊള്ളാം, അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.